മഹേഷിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ വെള്ളാപ്പള്ളി നടേശൻ ഒന്നാം പ്രതി, KL അശോകൻ രണ്ടാം പ്രതിയും തുഷാർ വെള്ളാപ്പള്ളി മൂന്നാം പ്രതിയുമാണ്. ആത്മഹത്യാ പ്രേരണ, ഗൂഢാലോചനയടക്കമുള്ള ഗുരുതര കുറ്റങ്ങളാണ് 3 പേർക്കെതിരെയും ചുമത്തിയിരിക്കുന്നത്. മാരാരിക്കുളം പോലീസ് 3 പേരെയും പ്രതിയാക്കിയതോടെ അറസ്റ്റ് ഉടനുണ്ടാകും. SNDP കണിച്ചുകുളങ്ങര യൂണിയൻ സെക്രട്ടറിയായിരുന്ന KK മഹേഷിന്റെ മരണത്തിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ പ്രതിയാക്കണമെന്ന് ആലപ്പുഴ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2 ഉത്തരവിട്ടിരുന്നു. ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് മാരാരിക്കുളം പോലീസ് വെള്ളാപ്പള്ളിയും മകൻ തുഷാറും അടക്കമുള്ളവരെ പ്രതിയാക്കിയത്. ഓഫീസ് സെക്രട്ടറി KL അശോകനും പ്രതിയാണ്. 3 പേരും ചേർന്ന ഗൂഢാലോചനയാണ് മഹേഷിന്റെ മരണത്തിൽ എത്തിച്ചതെന്നാണ് FIR-ൽ വ്യക്തമാക്കുന്നത്. പ്രതികൾ മഹേഷിനെ മാനസിക സമ്മർദ്ദത്തിലാക്കിയെന്നും FIR-ൽ പറയുന്നു. സെക്ഷൻ 306, 120B, 34 വകുപ്പുകളാണ് 3 പ്രതികൾക്കെതിരെയും മാരാരിക്കുളം പോലീസ് എടുത്തിരിക്കുന്നത്. ആത്മഹത്യാ പ്രേരണ, ഗൂഢാലോചനയടക്കം ഗുരുതര വകുപ്പുകൾ ചുമത്തിയതോടെ വെള്ളാപ്പള്ളി കുടുംബം കൂടുതൽ പ്രതിസന്ധിയിലായി. മഹേഷിന്റെ കുടുംബം കോടതിയിൽ നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിൽ പ്രതിയാക്കാൻ ഉത്തരവിട്ടതിനു പിന്നാലെയാണ് മാരാരിക്കുളം പോലീസ് 3 പേരെയും പ്രതിയാക്കി FIR രജിസ്റ്റർ ചെയ്തത്. കോടതിയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നാണ് മഹേഷിന്റെ കുടുംബം പ്രതികരിക്കുന്നത്. മഹേഷിന്റെ മരണത്തിന് പിന്നിൽ പ്രതിയാക്കപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ള സംഘം തന്നെയെന്ന് കുടുംബം ആവർത്തിക്കുന്നു. വർഷത്തോളമായി നടത്തിവന്ന തട്ടിപ്പും അഴിമതിയും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും പുറത്തു വന്നാൽ വെള്ളാപ്പള്ളി അടക്കമുള്ളവർ നിയമ നടപടിക്ക് വിധേയരാകേണ്ടി വരുമെന്ന ഭയം നിമിത്തമാണ് 3 പേരും ഒത്തുചേർന്ന് ഗൂഢാലോചന നടത്തിയും രാഷ്ട്രീയ സ്വാധീനത്താലും KK മഹേഷിന്റെ ആത്മഹത്യയിലെത്തിച്ചതെന്ന് FIR-ൽ കൃത്യമായി വ്യക്തമാക്കുന്നു. ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് തുടർച്ചയായി ചോദ്യം ചെയ്യിച്ച് മഹേഷിനെ മാനസിക സമ്മർദ്ദത്തിലാക്കുകയും ആത്മഹത്യാ പ്രേരണ നൽകി കണിച്ചുകുളങ്ങര SNDP യൂണിയൻ ഓഫീസിൽ വെച്ച് ആത്മഹത്യ ചെയ്യുന്നതിന് ഇടവരുത്തുകയും ചെയ്തുവെന്നും FIR പറയുന്നു. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ മഹേഷിനെ പ്രതിയാക്കിയതിനു പിന്നിൽ തുഷാർ വെള്ളാപ്പള്ളി, KL അശോകൻ എന്നിവർ ഗൂഢാലോചന നടത്തിയെന്ന നിലപാടിൽ തന്നെയാണ് കുടുംബം. വെള്ളാപ്പള്ളിക്കും മറ്റ് 2 പ്രതികൾക്കെതിരെയും ഏതറ്റം വരെയും പോകാൻ തന്നെയാണ് മഹേഷിന്റെ കുടുംബത്തിന്റെ തീരുമാനം. കുടുംബത്തിനെതിരെ പലതരത്തിലുള്ള ഭീഷണിയും പ്രതികളുടെ ഭാഗത്തുനിന്നുണ്ടെന്നും മഹേഷിന്റെ കുടുംബം ആരോപിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് കേസ് അന്വേഷണം നടത്തണമെന്ന് മഹേഷിന്റെ കുടുംബത്തിന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ചന്ദ്രസേനനും അഭിപ്രായപ്പെട്ടു. യോഗനാഥൻ ന്യൂസ്, ആലപ്പുഴ.